عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, ഇസ്ലാമിക് അഡ്വൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ലോക്ക്ഡൌണിലെ ചെറിയ പെരുന്നാൾ. എല്ലാവർക്കും ഒരു സംശയമുണ്ട്. പെരുന്നാൾ ദിവസമെല്ലാം അടുക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുക? ഇതുവരെ നിസ്കരിച്ചിട്ട് പരിചയമുള്ളത് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടാണ്. വീട്ടിലാണെങ്കിൽ നാം ഒറ്റക്കാണ്, അല്ലെങ്കിൽ കുറച്ച് പേരേ ഉള്ളൂ. എങ്ങനെയാണ് വീട്ടിൽ നിസ്കരിക്കേണ്ടത്? അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പ്രിയമുള്ളവരെ, ജമാഅത്തായി നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും പ്രതിഫലം കൂടിയ നിസ്കാരം കൂടിയാണ് ഈ പെരുന്നാൾ നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഒരിക്കലും അതിനെ ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. കാരണം അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ദിനം കൂടിയാണ് പെരുന്നാൾ. ഇവരെ ഞാൻ വിഷയത്തിൽ കടക്കുകയാണ്. പെരുന്നാൾ നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ചുരുങ്ങിയ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ പെരുന്നാൾ നിസ്കാരം ലഭിച്ചില്ല. അപ്പോൾ അദ്ദേഹം തന്റെ വീട്ടിലുള്ള ബന്ധുമിത്രാങ്ങളെല്ലാം കൂട്ടി പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ എങ്ങനെയാണോ ഇമാം നിസ്കരിക്കുന്നത് അതുപോലെ തന്നെ അവർ നിസ്കരിച്ചു എന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും. 2 റക്അത്താണ്, അത് എല്ലാവർക്കും അറിയാം. അതിനെ സുന്നത്ത് നിസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ തക്ബീറുകൾ മാത്രമാണ്. ഇമാം ബയ്യയ്ക്ക് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കുന്നത്, പള്ളിയിൽ ഇമാം എങ്ങനെയാണോ പെരുന്നാൾ നിസ്കരിച്ചത് അതുപോലെ തന്നെയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അവരുടെ വീട്ടിൽ കുടുംബക്കാരോടൊപ്പം ഇമാം നിന്ന് നിസ്കരിച്ചത്. അപ്പോൾ പ്രബലമായ ഹദീസ് എന്തെന്ന് വെച്ചാൽ, എങ്ങനെയാണോ പള്ളിയിൽ ഇമാം നിസ്കരിക്കുന്നത്, ഈദുൽ ഫിത്റിൽ എങ്ങനെയാണോ പള്ളിയിൽ ഇമാം നിസ്കരിക്കുന്നത് അതുപോലെ തന്നെയാണ് വീട്ടിൽ നിസ്കരിക്കേണ്ടത് എന്നതാണ് പ്രബലമായ അഭിപ്രായം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാണ് സംശയം ഉണ്ടാകും ഉപയോജനം. എന്നാൽ പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത് നിസ്കാരം അതുപോലെ തന്നെ നിസ്കരിച്ചാൽ മതി, ഓതേണ്ടതില്ല. നാം ഏവരുടെയും പെരുന്നാൾ നിസ്കാരം കബൂൽ ചെയ്യുമാറാകട്ടെ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും.